എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബിസിനസ് വിജയത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. എങ്ങനെയാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മനസ്സിലാക്കി ഒരു ബിസിനസ്സിനെ സക്സസ്സിലേക്ക് കൊണ്ടുപോകേണ്ടത്? കാരണം എന്താണ് ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫുൾ ലൈഫ് സൈക്കിൾ എന്നുള്ളത് ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ ബിസിനസ്സുമായി സംവേദിക്കുന്ന ഒരു കസ്റ്റമറുടെ ജേണി, അതായത് ഒരു കസ്റ്റമർ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ടോട്ടൽ റോഡ് മാപ്പ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം എങ്ങനെ നമ്മളെ ഒരു കസ്റ്റമർ ഐഡൻറ്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നത്തെയോ സേവനത്തെയോ എങ്ങനെ ഒരു കസ്റ്റമർ തിരിച്ചറിയും എന്നുള്ളത് മുതൽ നമ്മുടെ പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുന്നത് വരെയുള്ള ഒരു യാത്രയുണ്ട്. ഇതിനെ മൊത്തം കണക്ട് ചെയ്ത് പറയുന്നതാണ് പ്രൊഡക്റ്റിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഹൗ ടു ഐഡൻറ്റിഫൈ ദ കസ്റ്റമർ, എങ്ങനെ കസ്റ്റമറെ നമ്മൾ കണ്ടെത്തും, അല്ലെങ്കിൽ കസ്റ്റമർ നമ്മുടെ ഉൽപ്പന്നത്തെ എങ്ങനെ കണ്ടെത്തും. ഇനി ഹൗ ദ പ്രൊഡക്റ്റ് വിൽ റീച്ച് ദ കസ്റ്റമർ, എങ്ങനെ കസ്റ്റമറിലേക്ക് നമ്മുടെ ഉൽപ്പന്നം എത്തും, അതിന് ഏത് ചാനൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഹൗ ദ കസ്റ്റമർ യൂസസ് ദ പ്രൊഡക്റ്റ് എങ്ങനെ കസ്റ്റമർ ഉപയോഗിക്കും. ഇനി ഡസ് ദ കസ്റ്റമർ ഫൈൻഡ് വാല്യൂ ഇൻ ദ പ്രൊഡക്റ്റ്, നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ ഉൽപ്പന്നത്തിന് മുടക്കുന്ന ഒരു പണത്തിന് തതുല്യമായിട്ടുള്ള മൂല്യമുണ്ട് എന്നുള്ളത് അവരെങ്ങനെ ബോധ്യപ്പെടും. വിൽ ദ കസ്റ്റമർ ബൈ ദ പ്രൊഡക്റ്റ് അഗെയിൻ, അതായത് റിപ്പീറ്റഡ് കസ്റ്റമറാക്കി അദ്ദേഹത്തെ മാറ്റാൻ നമുക്ക് സാധിക്കുമോ. വിൽ ദ കസ്റ്റമർ റെക്കമെൻഡ് ദിസ് പ്രൊഡക്റ്റ് ടു അതേഴ്സ്, മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഉൽപ്പന്നത്തെ റെക്കമെൻഡ് ചെയ്യുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ശുപാർശ ചെയ്യുമോ എന്നുള്ളത് വരെ ഉള്ള ഈ ഓരോ കാര്യങ്ങളും ലൈഫ് സൈക്കിളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈമറി റിസർച്ച് മെത്തേഡ് ഉപയോഗിച്ച് ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഇറക്കുന്ന ആളുകൾ കസ്റ്റമേഴ്സുമായിട്ട് തന്നെ റെഗുലറായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരിൽ നിന്ന് തന്നെ അവരുടെ ഈ ഫീഡ്ബാക്കൊക്കെ അറിയണം. നമ്മളിന്നത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മനസ്സിലാക്കി തന്നെ ഓരോ ഉൽപ്പന്നത്തെയും പ്രൊമോട്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇന്ന് വളരെ കൂടുതലാണ്. കാരണം ഒരു കസ്റ്റമറിലേക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ഉൽപ്പന്നത്തെ റീച്ച് ചെയ്യിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ അവർക്കത് വർത്തായിട്ട് ഫീൽ ചെയ്താൽ മാത്രമാണ് മറ്റുള്ളവരിലേക്ക് അവർ നമ്മുടെ ഉൽപ്പന്നത്തെയോ സേവനത്തെയോ പ്രചരിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ശരിക്കും ഏതെങ്കിലും ഒരു പുതിയ ബിസിനസ്സോ പുതിയ ഉൽപ്പന്നമോ തുടങ്ങുന്ന സമയത്ത്, എല്ലാവരും പുതിയ ബിസിനസ് തന്നെ ആവണമെന്നില്ല, നിലവിലുള്ള ബിസിനസ്സിൽ തന്നെ ഏതെങ്കിലും പുതിയ സർവീസോ പുതിയ പ്രൊഡക്റ്റൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതിന് 3 സ്റ്റേജായിട്ട് നമ്മളൊന്ന് കാണണം. പ്രീ അക്വിസിഷൻ, ഡ്യൂറിങ് അക്വിസിഷൻ, പോസ്റ്റ് അക്വിസിഷൻ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. പ്രീ അക്വിസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ കസ്റ്റമറിലേക്ക് റീച്ച് ചെയ്യും, കസ്റ്റമറെ എങ്ങനെ അക്വയർ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും ആദ്യം വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കേണ്ടത്. ഡ്യൂറിങ് അക്വിസിഷൻ എന്ന് പറയുമ്പോൾ കസ്റ്റമർ നമ്മളുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടു, ഇനി കസ്റ്റമർ എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്, അവർക്ക് അതിനുള്ള മൂല്യമുണ്ട് എന്നുള്ളത് അവരെങ്ങനെ ബോധ്യപ്പെടും. പോസ്റ്റ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ആയതിനു ശേഷം വീണ്ടും അവരെ റിപ്പീറ്റഡ് കസ്റ്റമർ ആക്കാനും മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യിക്കാനും എന്ത് ചെയ്യണം. ഇങ്ങനെ 3 കമ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചിട്ട് വേണം ഒരു കസ്റ്റമർ കേസ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സൈക്കിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കസ്റ്റമർ ജേണി, നമ്മുടെ സേവനങ്ങളോ നമ്മുടെ ഉൽപ്പന്നവുമായിട്ട് ഒരു കസ്റ്റമർ കണക്ട് ചെയ്താൽ പിന്നെ അങ്ങോട്ടുള്ള യാത്രയെ നമ്മൾ ഈ തരത്തിലൊന്ന് നിർവചിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ ഒരു ഓൺട്രപ്രണർഷിപ്പ് ജേണിയിൽ എടുക്കേണ്ടതുണ്ട്. ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടെത്തണം. ഒന്ന്, വാട്ട് ഷുഡ് ബി യുവർ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി, എങ്ങനെയാണ് നമ്മുടെ ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ട, അതിന് എന്ത് സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും നമ്മുടെ പ്രൈസിങ് ഫ്രെയിംവർക്ക്, വില നിശ്ചയിക്കുന്നത് ഏത് രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ യുണീക്കായിട്ടുള്ള USP അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്ത് വാല്യൂ പ്രൊപ്പോസിഷനാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ വാട്ട് വിൽ ബി യുവർ പൊസിഷൻ ഇൻ കമ്പാരിസൺ ടു കോമ്പറ്റീഷൻ, കോമ്പറ്റീറ്റേഴ്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എവിടെയായിരിക്കും നമ്മുടെ ഉൽപ്പന്നത്തെ പൊസിഷൻ ചെയ്യണം, ഏത് രീതിയിലായിരിക്കും. വാട്ട് ബി യുവർ പ്രൊഡക്റ്റ് ഗ്രോത്ത് പ്ലാൻ, എങ്ങനെയായിരിക്കും നമ്മുടെ ഉൽപ്പന്നം ഇനിയും കൂടുതൽ ബിസിനസ് ചെയ്യാൻ പോകുന്നത്. ഇതിനൊക്കെയുള്ള സ്ട്രാറ്റജികൾ വ്യക്തമായിട്ട് രൂപകൽപ്പന ചെയ്താലേ ഇന്നത്തെ കാലഘട്ടത്തിൽ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം കസ്റ്റമറുടെ ആവശ്യങ്ങൾ മാറുന്നു, കസ്റ്റമേഴ്സിന് മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നു. അതുമാത്രമല്ല, ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും ദിനംപ്രതി വ്യത്യസ്ത ചലഞ്ചുകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്ത് പോയാലാണ് നമുക്ക് കാര്യങ്ങൾ റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. അതായത് ഒരു റെൻ്റൽ ഹോമിനൊക്കെ വേണ്ടി വാടകയ്ക്ക് വീട് എടുത്ത് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ആപ്പാണ് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കും. നമ്മളപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം മാർക്കറ്റ് റിസർച്ച് ചെയ്യണം, എങ്ങനെയായിരിക്കും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കസ്റ്റമർ വിസിറ്റ് ചെയ്യുന്നത്, എങ്ങനെ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അറിയണത്, പിന്നെ സാധാരണ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്, അവർ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിലെങ്ങനെ വേഗം
അവിടുത്തെ ഏരിയ ആ പർട്ടിക്കുലർ വീടുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, ഏത് ബഡ്ജറ്റിലുള്ളതാണ്. ഇങ്ങനെയുള്ള ഫിൽറ്ററുകളൊക്കെ ഉപയോഗിച്ച് സാധാരണഗതിയിൽ ലാൻഡ് ലോഡ്സിനെ അല്ലെങ്കിൽ ബിൽഡേഴ്സിനെ കസ്റ്റമറെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇത്തരം പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ആദ്യം വ്യക്തമായിട്ട് മനസ്സിലാവണം. അതിൽ നിലവിലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് ഏതെങ്കിലും തരത്തിൽ പോരായ്മകളുണ്ടോ, അതിനേക്കാൾ അല്പം കൂടെ മികച്ചതാക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ലതുള്ളത് ഇനിയും ആളുകളിലേക്ക് എത്തിയിട്ടില്ലാത്തതുകൊണ്ടെങ്കിൽ നമുക്ക് അതിലെ കുറേ കാര്യങ്ങൾ കോപ്പി ചെയ്യാൻ പറ്റും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം, ഈ ഒരു ജേർണി മനസ്സിലാക്കിയിട്ടായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഒരു 10 സ്റ്റെപ്സ് ഓഫ് ഫുൾ ലൈഫ് സൈക്കിൾ യൂസ് കേസ് എന്നുള്ളതാണ്. അതായത് ഒരു 10 സ്റ്റെപ്പുകളായിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ ഡിവൈഡ് ചെയ്ത് പറയുകയാണ്. ഇതിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് ഒന്ന് വിശകലനം ചെയ്യുക. ഒന്നാമത്തെ കാര്യം കസ്റ്റമർ അവെയർനെസ് ആണ്. കസ്റ്റമർ എങ്ങനെയാണ് നമ്മുടെ ഉൽപ്പന്നത്തെയോ സേവനത്തെയോ പറ്റിയുള്ള അവെയർനെസ് അവരിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നിലവിലുള്ള എന്തെങ്കിലും പെയിൻ അല്ലെങ്കിൽ അവരുടെ ഫുൾഫിൽ ചെയ്തിട്ടില്ലാത്ത ഡ്രീം അതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഉൽപ്പന്നം എന്നുള്ള വിവരം എങ്ങനെ അവരിലേക്ക് എത്തുന്നു. 2, ഫൈൻഡിങ് യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. കസ്റ്റമർ എങ്ങനെ നമ്മുടെ ഉൽപ്പന്നം തിരിച്ചറിയുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഇനി ഒരു ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി വേണം. എങ്ങനെയായിരിക്കും കസ്റ്റമറെ നമ്മൾ അക്വയർ ചെയ്യാൻ പോണത്, മാർക്കറ്റിലെ നമ്മുടെ കസ്റ്റമറെ നമ്മൾ എങ്ങനെ കണ്ടെത്തും, നമ്മുടെ ഉൽപ്പന്നം അവരെങ്ങനെ തിരിച്ചറിയും. 3, അനലൈസ് യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മുടെ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ എന്താണ് ലഭിക്കേണ്ടത്, എങ്ങനെയായിരിക്കും നമ്മുടെ ഉൽപ്പന്നത്തെ അവർ വിശകലനം ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് മാർക്കറ്റിൽ നിലവിലുള്ള ഉൽപ്പന്നത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഉൽപ്പന്നത്തിനുള്ള ഫീച്ചേഴ്സും ബെനിഫിറ്റും ഒക്കെ അവർക്ക് എങ്ങനെ ബോധ്യപ്പെടും. 4ാമത്തെ കാര്യം അക്വയർ ആൻഡ് പേ പ്രൊഡക്റ്റ് ഓർ സർവീസ്. പേ ചെയ്യുകയാണ് നമ്മുടെ പ്രൊഡക്റ്റിനോ സർവീസിനോ വേണ്ടിയിട്ട് അവരെത്ര വരെ പണം മുടക്കാൻ തയ്യാറാവും. ഇതിനനുസൃതമായിരിക്കണം നമ്മുടെ പ്രൈസിങ് സ്ട്രാറ്റജി, ഇതിനനുസരിച്ച് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഒക്കെ പ്ലാൻ ചെയ്യണം. പിന്നെ 5ാമത്തെ കാര്യം ഇൻസ്റ്റാൾ യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ് എന്നുള്ളതാണ്. ഈ ഇൻസ്റ്റാളേഷൻ എന്നുള്ള വാക്ക് എല്ലാ പ്രൊഡക്റ്റിനും ഒരുപോലെ മാച്ച് ആവണമെന്നില്ല. അതായത് ചില പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ വാങ്ങുന്ന ആൾക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെറിയ ഫർണിച്ചർ പ്രൊഡക്റ്റുകളായിരിക്കും, വീട്ടിൽ ഉപയോഗിക്കുന്ന ചില ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആയിരിക്കും. വാങ്ങിക്കൊണ്ടുവന്ന ഈസി ടു ഇൻസ്റ്റാൾ ആണ്, ഇൻസ്ട്രക്ഷൻ പ്രകാരം പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇന്ന് ഫുഡ് പ്രൊഡക്റ്റുകൾ പലതും റെഡി ടു കുക്ക്, റെഡി ടു ഈറ്റ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ എളുപ്പം പലപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലൈഫ് സൈക്കിൾ വളരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. 6ാമത്തെ കാര്യം യൂസ് യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഉപയോഗിക്കുന്ന സമയത്ത് എത്രത്തോളം എളുപ്പമുണ്ട്, ഉപയോഗിക്കുമ്പോൾ എന്ത് വാല്യൂ കസ്റ്റമർക്ക് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ലൈഫ് സൈക്കിളിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. 7ാമത്തെ കാര്യം ഡിറ്റർമിൻ വാല്യൂ ഗെയിൻ ഫ്രം യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. എന്ത് മൂല്യമാണ് നമ്മുടെ ഉൽപ്പന്നത്തിൽ നിന്ന് ലഭിച്ചത്, കസ്റ്റമർക്ക് എത്രത്തോളം എളുപ്പമായിട്ട് ഈ പ്രൊഡക്റ്റ് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണനിലവാരം എങ്ങനെ ബോധ്യപ്പെട്ടു. നമ്മൾ പറയുകയാണ് നമ്മുടെ ഉൽപ്പന്നത്തിന് നല്ല ക്വാളിറ്റി ഉണ്ടെന്നെങ്കിൽ ഈ ക്വാളിറ്റി കസ്റ്റമർക്ക് ഫീൽ ചെയ്യണം. അവിടെ കൺസിസ്റ്റൻസിയും വളരെ ഇമ്പോർട്ടൻ്റ്. ഇടയ്ക്ക് മാത്രം ക്വാളിറ്റി ഉണ്ടായ നമ്മുടെ പ്രൊഡക്റ്റിന് ചിലപ്പോൾ മാർക്കറ്റിൽ എന്നും അതിൻ്റെ വാല്യൂ കിട്ടണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് തരംതിരിച്ച് തന്നെ മനസ്സിലാക്കുക. 8ാമത്തെ കാര്യം റിസീവ് സപ്പോർട്ട് ഓഫ് യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ കസ്റ്റമർ കെയർ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, ഓൺലൈനായിട്ടാണോ ഓഫ്ലൈനായിട്ടാണോ, പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമോ, ഇത്തരം സപ്പോർട്ട് എന്താണെന്നുള്ളത് വളരെ ഡിഫൈൻഡ് ആയിട്ട് നമ്മുടെ സെയിൽസ് ചാനലിനെ അറിയിച്ചിട്ടുണ്ടാവണം. 9ാമത്തെ കാര്യം ബൈ മോർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അതായത് വാങ്ങിയ കസ്റ്റമർ വീണ്ടും വീണ്ടും കൂടുതൽ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന എന്ത് ഘടകമാണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ലൈഫ് സൈക്കിൾ പ്രൊഡക്റ്റ് എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിലവിലുള്ള കസ്റ്റമർ നമ്മളിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ കസ്റ്റമർ എൻഗേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതും ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അവസാനമായിട്ട് പറയാനുള്ളത് 10th പോയിന്റ്, സ്പ്രെഡ് അവെയർനെസ് അബൌട്ട് യുവർ പ്രൊഡക്റ്റ്. നമ്മുടെ ഉൽപ്പന്നത്തെ പറ്റിയുള്ള വിവരം കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാക്കാനോ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കണം ഒരു പ്രൊഡക്റ്റ് ശരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഇവിടെയാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന യൂസ് കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അതായത് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിനെ നമ്മളൊരു ഉദാഹരണമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡായി നെറ്റ്ഫ്ലിക്സ് മാറി. കുറച്ച് നാൾ മുമ്പൊന്ന് നോക്കുക അവരെങ്ങനെയാണ് ആദ്യം പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയത്. അവയർനെസ് ഉണ്ടാക്കിയത് വേർഡ് ഓഫ് മൗത്തും ഓൺലൈൻ ആഡ്സും ഒക്കെ വഴിയായിരുന്നു. പുതിയ പുതിയ ഫിലിമുകൾ അതുവഴി ലോഞ്ച് ചെയ്യാൻ തുടങ്ങി, സീരീസുകൾ കൊണ്ടുവന്നു, കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് അവർക്ക് സെലക്ട് ചെയ്യാവുന്ന രൂപത്തിലേക്ക് അതിനെ ഡിസൈൻ ചെയ്തു. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കസ്റ്റമർ ആദ്യം എന്താ അനലൈസ് ചെയ്ത് തുടങ്ങിയത്, ഞാനിങ്ങനെ പ്രീമിയം കണ്ടൻറ്റുകളൊക്കെ കിട്ടാവുന്നൊരു പ്ലാറ്റ്ഫോമായി ഇതിനെ മനസ്സിലാക്കി. അതിലുള്ള ഓരോന്നും നമുക്കൊരു വാല്യൂ തരുന്നുണ്ട്. ഓൺലൈനായിട്ട് സബ്സ്ക്രിപ്ഷനും പേയ്മെൻറ്റും ഒക്കെ പോകുന്നൊരു സ്ട്രക്ചറാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഫ്രീ ഓപ്ഷൻസ് പലർക്കും കൊടുത്തു. ഒരു 1 month ഓപ്ഷൻ കൊടുത്തിട്ട് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ പേയിങ് കസ്റ്റമേഴ്സാക്കി അവർ മാറ്റി.
പൊട്ടൻഷ്യലായിട്ടുള്ള കസ്റ്റമേഴ്സിനെ പേയിങ് കസ്റ്റമറാക്കി മാറ്റി അവരുടെ വളരെ ഈസി ആയിട്ട് അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ലഘൂകരിച്ചു. കസ്റ്റമേഴ്സ് അത് കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങി. ഇന്ന് അതിലുള്ള കൂടുതൽ ആളുകളും പിന്നെ അതിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റി. മറ്റുള്ളവരിലേക്ക് അതിനെപ്പറ്റി വിവരങ്ങൾ കൊടുത്തു. കൂടുതൽ ആളുകൾ അവർ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറി. അപ്പോൾ ഇതൊരു ലൈവ് എക്സാമ്പിളാണ്. നമ്മൾ ലൈഫ് സൈക്കിൾ നോക്കിയാൽ എല്ലാ മേഖലയും കൺസിഡർ ചെയ്തിട്ടാണ് അവരൊരു ഉൽപ്പന്നത്തെ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങാൻ പോകുമ്പോഴോ നിലവിൽ സംരംഭം നടത്തുന്ന ആളുകൾ പുതിയ ഏതെങ്കിലും മേഖല പുതിയ സർവീസൊക്കെ ആഡ് ചെയ്യുമ്പോഴോ നമ്മുടെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ പറ്റി മൊത്തം ഒന്ന് കൺസിഡർ ചെയ്യുക. ഈ 10 കാര്യങ്ങളും ഒന്ന് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഓരോ കാര്യത്തിനും വ്യക്തമായ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ട് തന്നെയാണ് ഉൽപ്പന്നം ലോഞ്ച് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ സംഭവിക്കുക എന്താ വെച്ചാൽ, ചിലർ പറയും നല്ല ഉൽപ്പന്നമാണ് ഞങ്ങളുടെ, പക്ഷേ അത് മാർക്കറ്റിലേക്ക് വ്യക്തമായിട്ട് വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി അവിടെ ഉണ്ടാവണം എന്നില്ല. ഇനി നേരെ ചിലർ ഭയങ്കര മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളൊക്കെ ചെയ്ത് നല്ലൊരു ഓളം ഉണ്ടാക്കും മാർക്കറ്റിൽ, പക്ഷേ അതിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ബാക്ക് എൻഡ് സ്ട്രാറ്റജി ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ക്വാളിറ്റിയും വേണം, മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും വേണം, പ്രോപ്പർ ഡെലിവറി സിസ്റ്റം വേണം. എല്ലാത്തിനുമുള്ള ഒരു സംവിധാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടായിരിക്കും ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അത്തരത്തിൽ പ്ലാൻ ചെയ്ത് തന്നെ ആവട്ടെ നിങ്ങളുടെ ഓരോ ഉൽപ്പന്നങ്ങളും. താങ്ക് യു.